വാർത്തയിലേക്കാണ്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വയറ്റിൽ കത്രിക ഉപകരണം കുടുങ്ങിയ പുന്നപ്ര സ്വദേശി ഉഷയുടെ ശസ്ത്രക്രിയ ഇന്ന് കൊച്ചി അമൃത ആശുപത്രിയിൽ നടന്നേക്കുമെന്ന് മകൻ. 5 വർഷം മുൻപ് നടത്തിയ ശസ്ത്രക്രിയയിൽ വയറ്റിൽ കുടുങ്ങിയ കത്രിക കഴിഞ്ഞ ദിവസം നടത്തിയ എക്സ്റേ പരിശോധനയിലാണ് കണ്ടെത്തിയത്. സംഭവത്തിൽ ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടി. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നുണ്ട്. വിനയ, ഉഷയുടെ ശസ്ത്രക്രിയ ഇന്നാണ് കൊച്ചി അമൃത ആശുപത്രിയിൽ നടക്കുക. ഈ ഒരു ശസ്ത്രക്രിയയ്ക്ക് ശേഷമേ അടുത്ത നടപടികൾ എന്തൊക്കെയാണ് എന്നൊക്കെ അറിയാൻ കഴിയുള്ളൂ. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അടക്കം തന്നെ പരിശോധന നടത്തും. ഈ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ശസ്ത്രക്രിയ എപ്പോൾ നടത്തുമെന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് തന്നെ ശസ്ത്രക്രിയ ഉണ്ടാകും എന്നൊരു സൂചനയും പ്രധാനമായും നൽകുന്നുണ്ട്. അതേസമയം തന്നെ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും, അമൃത ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും വരുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് നിലവിൽ ഉഷയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് തന്നെയാണ് അമൃത ആശുപത്രി വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. വയറ്റിൽ കുടുങ്ങിയ ശസ്ത്രക്രിയ ഉപകരണം നീക്കം ചെയ്യുന്നതിനായി ഇന്നലെ വൈകുന്നേരമാണ് ഉഷയെ അമൃത ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. CT സ്കാനിന് ശേഷം മാത്രമേ ഈ വയറ്റിൽ കുടുങ്ങിക്കിടക്കുന്ന കത്രിക അതിൻ്റെ സ്ഥാനം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ആ സ്ഥാനം മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഈ ശസ്ത്രക്രിയ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ സാധിക്കൂ എന്നാണ് അമൃത ആശുപത്രിയുടെ ഭാഗത്തു നിന്നും വരുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് 2021 ഈ ഒരു സംഭവം നടന്നത്. 2021 മെയ് 5 വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുന്ന പുന്നപ്ര സ്വദേശിയായിട്ടുള്ള ഉഷ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായത്. അതിനുശേഷം പിന്നീട് 5 വർഷമാണ് ഈ വയറ്റിനുള്ളിൽ ശസ്ത്രക്രിയ ഉപകരണം കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. പല തവണയായി കഠിനമായിട്ടുള്ള വയറുവേദന അനുഭവപ്പെടുന്നു. പല തവണയായി ആശുപത്രിയെ സമീപിക്കുന്നു. പക്ഷേ ആശുപത്രിയിൽ നിന്നും തരുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് മൂത്രത്തിൽ കല്ലായത് കൊണ്ടാണ് ഈ ഒരു വയറുവേദന അനുഭവപ്പെടുന്നത് എന്ന് പറഞ്ഞ് തിരിച്ചയച്ചുവെന്നായിരുന്നു ഉഷ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ പല തവണയായി ആശുപത്രിയിൽ പോകുന്നു, മരുന്ന് വാങ്ങുന്നു, ഇഞ്ചക്ഷൻ വെക്കുന്നു, അത്തരത്തിലുള്ള നടപടികളടക്കം തന്നെ ചെയ്യുന്നു. പക്ഷെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ എന്താണ് സംഭവിച്ചത് എന്നൊരു കണ്ടെത്താൻ പോലും ആശുപത്രി അധികൃതർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഉഷ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നീട് എക്സ്റേ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. എക്സ്റേയിലാണ് വയറ്റിൽ ഈ ശസ്ത്രക്രിയ ഉപകരണം കുടുങ്ങിയ സംഭവം പുറത്തു വരുന്നത്. അതിനുശേഷം വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നും വന്ന, അല്ലെങ്കിൽ വണ്ടാനം മെഡിക്കൽ കോളേജ് അധികൃതർ ഉഷയോട് പറഞ്ഞു എന്ന് പറയുന്നത് ഈ കാര്യം പുറത്ത് പറയരുത്, തിങ്കളാഴ്ച തന്നെ ശസ്ത്രക്രിയ ചെയ്ത് വയറ്റിൽ കുടുങ്ങി കിടക്കുന്ന ഉപകരണം അത് പുറത്തെടുക്കാമെന്നൊരു ഉറപ്പ് ഉഷയ്ക്ക് നൽകിയെന്നാണ് ഉഷ വ്യക്തമാക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അതിനുശേഷമാണ് പിന്നീട് ഇത് പുറം ലോകം അറിയുന്നത്. മെഡിക്കൽ കോളേജിലുണ്ടായ ഗുരുതരമായിട്ടുള്ള വീഴ്ച, ആ വിവരം പുറം ലോകം അറിയുന്നത് അങ്ങനെയാണ്. അതിനുശേഷം പിന്നീട് ഈ KC വേണുഗോപാൽ അടക്കം തന്നെ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇന്നലെ രാത്രി തന്നെ പല അധികാരികളും ഉഷയെ വിളിച്ച് സംസാരിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. അതിനുശേഷമാണ് KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ആംബുലൻസ് അയക്കുന്നത്. ഈ ആംബുലൻസിലാണ് 11 മണിയോടുകൂടി തന്നെ ഉഷയെ അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. 1 മണിയോടുകൂടി ആശുപത്രിയിൽ എത്തുന്നു. പിന്നീട് അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുന്നു, ചികിത്സയിൽ തുടരുന്നു. ഇപ്പോൾ ഉഷ ആശുപത്രിയിൽ ചികിത്സയിൽ തന്നെ തുടരുകയാണ്. ഉഷയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ഡോക്ടർമാർ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇനി വിദഗ്ധ സംഘം പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും എപ്പോൾ ശസ്ത്രക്രിയ നടത്തണമെന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകൂ എന്നാണ് പ്രധാനമായും മനസ്സിലാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതേസമയം തന്നെ ഈ കഴിഞ്ഞ ദിവസം അടക്കം കുടുംബം വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ലളിതാംബിക എന്ന് പറയുന്ന ഡോക്ടറാണ് ഈ ഒരു ശസ്ത്രക്രിയ നടത്തിയത് എന്ന് കുടുംബം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഡോക്ടർ അടക്കം തന്നെ ഈ ഒരു കാര്യം നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ട്. താൻ ഉഷയ്ക്ക് ശസ്ത്രക്രിയ നടത്തിയിട്ടില്ല, മറ്റൊരു ഡോക്ടറാണ് ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടായിരുന്നത്. മെഡിക്കൽ റെക്കോർഡുകൾ പരിശോധിച്ചാൽ ഇത് മനസ്സിലാകും അടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഡോക്ടർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഡോക്ടർ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനു മുൻപും ഉഷ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ ആ സമയത്തായിരിക്കാം ഈ ഒരു ഉപകരണം വയറ്റിൽ കുടുങ്ങിയതായിരിക്കാമല്ലോ എന്നൊരു ചോദ്യവും ഡോക്ടർ ലളിതാംബിക ചോദിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. പിന്നീട് മറ്റു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ മെഡിക്കൽ കോളേജിനെതിരെ
ഉയരുന്നത്. അതിന് പിന്നാലെ തന്നെ ഇപ്പോൾ ആരോഗ്യ വകുപ്പ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അത് തന്നെയാണ് ഈ ഓരോ സമയത്തും അല്ലെങ്കിൽ ഇത് തുടർക്കഥയാകുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. ഇത് ആദ്യത്തെ സംഭവമല്ല. നമുക്കറിയാം, മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഹർഷീനയുടെ കേസാണെങ്കിലും വയനാട് വയറ്റിൽ പഞ്ഞി കുടുങ്ങിയ ഒരു കേസ്, അത്തരത്തിൽ നിരവധിയായിട്ടുള്ള കേസ് തുടർക്കഥയാകുന്ന ഒരു സംഭവമാണ്. മെഡിക്കൽ കോളേജിനെതിരെ തുടർക്കഥയാകുന്ന ഒരു സംഭവം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. തുടരെ പരാതികൾ ഉയർന്നു വരുന്ന സാഹചര്യം. ആരോഗ്യ വകുപ്പ് റിപ്പോർട്ട് തേടുന്നു, നടപടിയെടുക്കുന്നു, പിന്നീട് അതിൽ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ഇത് നമ്മൾ നിരന്തരം കാണുന്ന ഒരു സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഹർഷീന അടക്കം തന്നെയാണെങ്കിലും കുറെ വർഷങ്ങളായി തന്നെ ഈ ഒരു പോരാടിക്കൊണ്ടിരിക്കുക, ആരോഗ്യ മേഖലയ്ക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും നീതി ലഭിച്ചിട്ടില്ല. അതെല്ലാം തന്നെ നമ്മുടെ കൺമുന്നിൽ തന്നെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഒരു പക്ഷേ ആ സമയത്ത് അടക്കം തന്നെ കൃത്യമായിട്ടുള്ള ഒരു നടപടി ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായെങ്കിൽ ഇത്തരത്തിലുള്ള അനാസ്ഥകൾ ഉണ്ടാകില്ലായിരുന്നു എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്തായാലും നിലവിൽ ഉഷ ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ്. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് വണ്ടാനം മെഡിക്കൽ കോളേജിനെതിരെ ഉയർന്നിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു നടപടി റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം സ്വീകരിക്കുമെന്നാണ് ആരോഗ്യമന്ത്രി അടക്കം തന്നെ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. അതേസമയം തന്നെ കുടുംബം ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഡോക്ടർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി, ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നത് വരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും ഈ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് അടക്കം തന്നെ മാർച്ച് സംഘടിപ്പിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ എന്തായാലും ഇപ്പോൾ ഉഷയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് തന്നെയാണ് ആശുപത്രിയുടെ ഭാഗത്തു നിന്നും വരുന്ന ഒരു വിശദീകരണം. ശരി, വ്യക്തമാണ്. പുന്നപ്ര സ്വദേശി ഉഷയുടെ ശസ്ത്രക്രിയ ഇന്ന് കൊച്ചി അമൃത ആശുപത്രിയിൽ നടന്നേക്കുമെന്നാണ് വിവരം. നിലവിൽ ഉഷയുടെ ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെട്ട് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് വരുന്ന വിവരം. എന്തായാലും 5 വർഷം മുൻപ് നടത്തിയ ശസ്ത്രക്രിയയിലാണ് ഇത്തരത്തിൽ കത്രിക കുടുങ്ങിക്കിടന്നത്. കഴിഞ്ഞ ദിവസം നടത്തിയ എക്സ്റേ പരിശോധനയിലാണ് ഇവരുടെ വയറ്റിൽ ഇത്തരത്തിൽ കത്രിക കുടുങ്ങിക്കിടക്കുന്ന വിവരം പുറംലോകം അറിയുന്നത്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കുടുംബം ഡോക്ടർ ലളിതാംബികയ്ക്കെതിരെയാണ് പരാതി നൽകിയത്. എന്തായാലും ലളിതാംബിക ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. എന്തായാലും ശസ്ത്രക്രിയയ്ക്ക് ശേഷം വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിലാണ് ഇപ്പോൾ കൊച്ചി അമൃത ആശുപത്രിയിൽ ഉഷയുടെ ശസ്ത്രക്രിയ നടക്കുമെന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. 5 വർഷത്തോളമാണ് ഇവരുടെ വയറ്റിൽ ഈ ഒരു കത്രിക കുടുങ്ങിക്കിടന്നത്. എന്തായാലും ഈ ഒരു ശസ്ത്രക്രിയയ്ക്ക് ശേഷം മാത്രമേ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു വീഴ്ച നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയുകയുള്ളൂ. കൂടുതൽ വിവരങ്ങൾ നൽകിയത് വിനയരാജാണ്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പുന്നപ്ര സ്വദേശി ഉഷയുടെ വയറ്റിൽ കത്രിക ഉപകരണം കുടുങ്ങിയതിൽ ആരോപണം നിഷേധിച്ച് ആരോപണവിധേയായ ഡോക്ടർ ലളിതാംബിക. ഉഷയ്ക്ക് ശസ്ത്രക്രിയ നടത്തിയത് താനല്ല, ഓപ്പറേഷൻ നടന്ന സമയത്ത് താൻ കോവിഡുമായി ബന്ധപ്പെട്ട തിരക്കുകളിലായിരുന്നു. സിസ്റ്റത്തിന്റെ തകരാറാണ് വീഴ്ചയ്ക്ക് കാരണം. ശസ്ത്രക്രിയയ്ക്ക് മുൻപും ശേഷവും ഉപകരണങ്ങളുടെ എണ്ണം എടുക്കണം. എന്നാൽ ജീവനക്കാർ കുറവായതിനാൽ സർക്കാർ ആശുപത്രികളിൽ ഇത് നടക്കാറില്ല. മെഡിക്കൽ കോളേജുകളിൽ നിന്നാണ് ശസ്ത്രക്രിയ ഉപകരണം കുടുങ്ങിയത് എന്ന് പറയാൻ കഴിയില്ല. അതിന് മുൻപും ഉഷയ്ക്ക് ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ട്. 5 അല്ല 50 വർഷം ശസ്ത്രക്രിയ ഉപകരണം വയറ്റിലിരുന്നാലും ഒരു കുഴപ്പവുമില്ല. മൂത്രത്തിൽ കല്ലുണ്ടായിരുന്നതിനാലാണ് വേദനയുണ്ടായത്. താൻ രോഗികളുടെ കയ്യിൽ നിന്നും പണം വാങ്ങാറില്ലെന്നും ഡോക്ടർ ലളിതാംബിക പറഞ്ഞു. പുന്നപ്ര സ്വദേശി ഉഷയുടെ വയറ്റിൽ ശസ്ത്രക്രിയ ഉപകരണം കുടുങ്ങിയ ഒരു സംഭവത്തിൽ ഇപ്പോൾ ആരോപണ വിധേയായ ഡോക്ടർ ഈ ഒരു ആരോപണത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ്. തനിക്കെതിരെ വന്ന ആരോപണം നിഷേധിക്കുകയാണ് ഡോക്ടർ ലളിതാംബിക. ഉഷയ്ക്ക് ശസ്ത്രക്രിയ നടത്തിയത് താനല്ല എന്ന രീതിയിലാണ് ഇപ്പോൾ ലളിതാംബികയുടെ പ്രതികരണം വരുന്നത്. ഓപ്പറേഷൻ നടന്ന സമയത്ത് താൻ കോവിഡുമായി ബന്ധപ്പെട്ട തിരക്കുകളിലായിരുന്നു എന്നാണ് ഇപ്പോൾ ഡോക്ടറുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന ഒരു പ്രധാന വിവരം തന്നെ. സിസ്റ്റത്തിന്റെ തകരാറാണ് ഇത്തരത്തിലൊരു ചികിത്സാ വീഴ്ചയുടെ പ്രധാന കാരണമെന്നാണ് ലളിതാംബികയുടെ
ഉഷയുടെ വാദം ശസ്ത്രക്രിയയ്ക്ക് മുൻപും ശേഷവും ഉപകരണങ്ങളുടെ എണ്ണം എടുക്കണമെന്നും എന്നാൽ ജീവനക്കാർ കുറവായതിനാൽ സർക്കാർ ആശുപത്രിയിൽ ഇത് നടക്കാറില്ല എന്നും ഈ ലളിതാംബിക പ്രധാനമായും പറയുന്നുണ്ട്. മെഡിക്കൽ കോളേജിൽ നിന്നാണ് ശസ്ത്രക്രിയ ഉപകരണം കുടുങ്ങിയതെന്ന് പറയാൻ കഴിയില്ല എന്നും അവരെടുത്ത് പറയുന്നുണ്ട്. ഇതിനു മുൻപും ഉഷയ്ക്ക് ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ട്. 5 അല്ല 50 വർഷം ശസ്ത്രക്രിയ ഉപകരണം വയറ്റിലിരുന്നാലും ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്നാണ് ലളിതാംബിക ഡോക്ടറിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു പ്രതികരണം തന്നെ. മൂത്രത്തിൽ കല്ല് ഉണ്ടായിരുന്നതിനാലാണ് അവർക്ക് വേദന ഉണ്ടായത്. ഏകദേശം 5 വർഷത്തോളമാണ് ഇവരുടെ വയറ്റിൽ ഈ ഒരു കത്രിക കുടുങ്ങിക്കിടന്നത്. അത് കഠിനമായ വേദനയായിരുന്നു, വയറുവേദനയായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നതാണ് ഉഷയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു പ്രതികരണം. എന്തായാലും ആ ഡോക്ടർ ലളിതാംബിക ഡോക്ടർ പറയുന്നത് മൂത്രത്തിൽ കല്ലുണ്ടായിരുന്നതിനാലാണ് ഇവർക്ക് വേദനയുണ്ടായതെന്നാണ് ഇപ്പോൾ ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പ്രതികരണം. താൻ രോഗികളുടെ കയ്യിൽ നിന്നും പണം വാങ്ങാറില്ല എന്നും ഡോക്ടർ ലളിതാംബിക പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കുടുംബം ലളിതാംബികയ്ക്കെതിരെയാണ് ഇപ്പോൾ ഒരു ആരോപണം ഉയർത്തിയിരിക്കുന്നത്. ഈ ഒരു ആരോപണം പൂർണ്ണമായും നിഷേധിക്കുകയാണ് ഡോക്ടർ ലളിതാംബിക. താൻ രോഗികളുടെ കയ്യിൽ നിന്നും പണം വാങ്ങാറില്ല എന്നാണെന്ന് ഇപ്പോൾ ലളിതാംബിക പറയുന്നത്. ഈ ഒരു ശസ്ത്രക്രിയ നടത്തിയത് താനല്ല എന്നും കോവിഡ് സമയമായതിനാൽ അതുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകളിലായിരുന്നു താനെന്നുമാണ് ഇപ്പോൾ ഡോക്ടർ ലളിതാംബിക പറയുന്നത്. ഏതായാലും ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് ഈ പുന്നപ്ര സ്വദേശി ഉഷയുടെ ശസ്ത്രക്രിയ നടത്തിയത്. ഏകദേശം 5 വർഷത്തോളമാണ് ഇവരുടെ വയറ്റിൽ ഈ ഒരു കത്രിക കുടുങ്ങിയത്. കഴിഞ്ഞ ദിവസം നടത്തിയ എക്സ്റേ പരിശോധനയിലാണ് ഇത്തരത്തിൽ കത്രിക കുടുങ്ങിയിരിക്കുന്ന ഒരു എക്സ്റേ ഇവർക്ക് ലഭ്യമായത്. എന്തായാലും ഇവരെ ഇപ്പോൾ അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഇവരുടെ ആരോഗ്യസ്ഥിതിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും ഈ ഒരു സംഭവത്തിലാണ് ഡോക്ടർ ലളിതാംബിക പ്രതികരിച്ചിരിക്കുന്നത്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ സിസേറിയന് പിന്നാലെ കുഞ്ഞു മരിച്ച സംഭവത്തിൽ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധവുമായി ഡോക്ടർമാർ. ഇന്നും ആശുപത്രിയിൽ OP ബഹിഷ്കരിക്കാനാണ് ഡോക്ടർമാരുടെ തീരുമാനം. പ്രതിഷേധത്തെ തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയകൾ നിർത്തിവെക്കും. പുതിയ അഡ്മിഷൻ എടുക്കില്ല. കൂടാതെ റഫറൽ അഡ്മിഷനും സ്വീകരിക്കില്ല എന്ന് പ്രതിഷേധക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. സമരം ജില്ലാ തലത്തിലേക്ക് വ്യാപിപ്പിക്കാനും KGMOയെ തീരുമാനിച്ചിട്ടുണ്ട്. നാളെ ജനറൽ ബോഡി ചേർന്ന് അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് വിവരം. മെഡിക്കൽ കോളേജ് ഡോക്ടർമാർക്ക് പുറമെ മറ്റ് സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാർ കൂടി സമരത്തിലേക്ക് കടന്നാൽ കടുത്ത പ്രതിസന്ധിയാണ് രോഗികൾ നേരിടുക. ആരോപണ വിധേയായ ഡോക്ടർ ബിന്ദു സുന്ദറിന്റെ സസ്പെൻഷൻ പിൻവലിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. ബിന്ദു സുന്ദറിനെ സസ്പെൻഡ് ചെയ്തതിൽ ഇപ്പോൾ പ്രതിഷേധത്തിലാണ് ഡോക്ടർമാർ. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ സിസേറിയന് പിന്നാലെ നവജാത ശിശു മരിച്ച സംഭവത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ഡോക്ടർ ബിന്ദു സുന്ദറിനെ ഇത്തരത്തിൽ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനു മുൻപും ഇവരുടെ ഭാഗത്തു നിന്നും ചികിത്സാ പിഴവുകൾ ഉണ്ടായി എന്നൊരു ആരോപണത്തിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ബിന്ദു സുന്ദർ ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങിയെന്ന മരിച്ച കുഞ്ഞിന്റെ അച്ഛന്റെ ആരോപണത്തിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു നടപടി ബിന്ദു സുന്ദറിന് നേരെ എടുത്തത്. ഈ ഒരു സസ്പെൻഷനിലാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ ഒരു പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. ഇന്നും ആശുപത്രി OP ബഹിഷ്കരിക്കാനാണ് ഡോക്ടർമാരുടെ ഒരു തീരുമാനം. പ്രതിഷേധത്തെ തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയകളൊക്കെ നിർത്തിവെക്കാനാണ് ഈ ഒരു ഡോക്ടർമാരെല്ലാം തീരുമാനിച്ചിരിക്കുന്നത്. പുതിയ അഡ്മിഷനും എടുക്കില്ല. കൂടാതെ റഫറൽ അഡ്മിഷനും സ്വീകരിക്കില്ല എന്നാണ് പ്രതിഷേധക്കാർ വ്യക്തമാക്കുന്നത്. സമരം ജില്ലാ തലത്തിലേക്കൊക്കെ വ്യാപിപ്പിക്കാനും ഒക്കെ ഈ ഒരു ഡോക്ടർമാരുടെ സംഘടന തീരുമാനിച്ചിട്ടുണ്ട്. നാളെ ജനറൽ ബോഡി ചേർന്ന് ഒരു അന്തിമ തീരുമാനമൊക്കെ ഈ ഒരു വിഷയത്തിൽ എടുക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും മെഡിക്കൽ കോളേജ് ഡോക്ടർമാർക്ക് പുറമെ മറ്റ് സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാർ കൂടി ഈ ഒരു സമരത്തിലേക്ക് കടക്കുകയാണെങ്കിൽ വീണ്ടും കൂടുതൽ പ്രതിസന്ധികളിലേക്കൊക്കെയാണ് കടക്കാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് രോഗികളെ തന്നെയായിരിക്കും. ഇത്തരത്തിൽ OP ബഹിഷ്കരിച്ചിട്ടുള്ള ഈ ഒരു ഡോക്ടർമാരുടെ സമരത്തിൽ രോഗികൾ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ വലയുന്നത്. ആരോപണ വിധേയായ ഡോക്ടർ ബിന്ദു സുന്ദറിന്റെ സസ്പെൻഷൻ പിൻവലിക്കണമെന്നാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ സംഘടനയുടെ പ്രധാന ആവശ്യം തന്നെ. ഈ ഒരു പ്രശ്നത്തിലാണ് ഇപ്പോൾ ഡോക്ടർമാർ പ്രതിഷേധിക്കുന്നത്.
സസ്പെൻഷനിലായ 6 ഡിവൈഎസ്പിമാരെ തിരിച്ചെടുക്കുന്നതിൽ നിബന്ധനയുമായി സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. ഇവർക്കെതിരെയുള്ള തുടർ നടപടികൾ സ്വീകരിക്കുന്നത് സസ്പെൻഷൻ പിൻവലിക്കുന്നതിന് തടസ്സമാകരുത്. ഇക്കാര്യം ഉറപ്പുവരുത്തണമെന്നും ആഭ്യന്തര വകുപ്പിനോട് DGP ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റിലായ സ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ സസ്പെൻഷനിലായ കോഴിക്കോട് വടകര ഡിവൈഎസ്പി ഉമേഷ് അടക്കം 6 പേരെ തിരിച്ചെടുക്കാൻ പോലീസ് നീക്കം തുടങ്ങിയത്. 6 പേരെയും കഴിഞ്ഞ ദിവസം പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി തിരിച്ചെടുക്കാനുള്ള അപേക്ഷ എഴുതി വാങ്ങിയിരുന്നു. ഇത് ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഉദ്യോഗസ്ഥ ക്ഷാമം ചൂണ്ടിക്കാട്ടിയാണ് 6 പേരെ തിരിച്ചെടുക്കുന്നത്. പോക്സോ കേസിൽ പ്രതിയായ ഡിവൈഎസ്പിയും മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് സസ്പെൻഷനിലായ ഡിവൈഎസ്പിയുടെ തിരിച്ചെടുക്കുന്നവരുടെ പട്ടികയിലുണ്ട്. 6 ഡിവൈഎസ്പിമാർക്കെതിരെ വകുപ്പ് തല അന്വേഷണവും തുടരുകയാണ്. സസ്പെൻഷനിലായ 6 ഡിവൈഎസ്പിമാരെ തിരിച്ചെടുക്കുന്നു എന്നൊരു വിചിത്രമായൊരു നടപടിയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ നിബന്ധനയുമായി എത്തിയിരിക്കുകയാണ് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. ഇവർക്കെതിരെയുള്ള തുടർ നടപടികൾ സ്വീകരിക്കുന്നത് സസ്പെൻഷൻ പിൻവലിക്കുന്നത് തടസ്സമാകരുത്. ഈ കാര്യം ഉറപ്പുവരുത്തണമെന്നൊക്കെയാണ് ആഭ്യന്തര വകുപ്പിനോട് ഇപ്പോൾ DGPയുടെ ആവശ്യം. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ അറസ്റ്റിലായ സ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ സസ്പെൻഷനിലായ കോഴിക്കോട് വടകര ഡിവൈഎസ്പി ഉമേഷ് അടക്കം 6 പേരെ തിരിച്ചെടുക്കാൻ പോലീസിൽ നീക്കം തുടങ്ങിയത്. 6 പേരെയും കഴിഞ്ഞ ദിവസം പോലീസ് ആസ്ഥാനത്തേക്കൊക്കെ വിളിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവരെ തിരിച്ചെടുക്കാനുള്ള അപേക്ഷയും ഒക്കെ എഴുതി വാങ്ങിയിരുന്നു. ഇവരൊക്കെ സസ്പെൻഷനിലാണ്. ഇവരെയാണ് ഇപ്പോൾ തിരിച്ചെടുക്കാനുള്ള ഒരു നടപടി കൈക്കൊണ്ടിരിക്കുന്നത്. ഇത് ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയിലിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഉദ്യോഗസ്ഥ ക്ഷാമം ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ 6 പേരെയും തിരിച്ചെടുക്കുന്ന ഒരു നടപടിയിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. പോക്സോ കേസിൽ വരെ പ്രതിയായ ഡിവൈഎസ്പിയും ഈ ഒരു 6 പേരുടെ കൂട്ടത്തിലുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് സസ്പെൻഷനിലായ ഡിവൈഎസ്പിയും ഈ ഒരു തിരിച്ചെടുക്കുന്ന പോലീസുകാരുടെ പട്ടികയിലുണ്ട്. എന്തായാലും ഇവർക്കെതിരെയുള്ള വകുപ്പ് തല അന്വേഷണം തുടരുകയാണ്. എന്തായാലും ഇപ്പോൾ ഇവരെ തിരിച്ചെടുക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം യുവതിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ഇപ്പോൾ പ്രാഥമിക അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ചികിത്സാ പിഴവ് വിദഗ്ധ സംഘം തന്നെ അന്വേഷിക്കും. അന്വേഷണ റിപ്പോർട്ട് പോലീസിനും കൈമാറും. കുറ്റം ചെയ്തവർക്കെതിരെ നിയമപരമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. നിലവിൽ സർവീസിലുള്ളവരെ സസ്പെൻഡ് ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിർണായകമായൊരു നീക്കം തന്നെയാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സംഭവത്തിൽ ഡോക്ടറിനും നേഴ്സിനും ഉത്തരവാദിത്തമുണ്ട് എന്നാണ് ഇപ്പോൾ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന ഒരു പ്രതികരണം തന്നെ. എന്തായാലും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടായിരിക്കുകയാണ്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ യുവതിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിലാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇടപെട്ടിരിക്കുന്നത്. ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വിദഗ്ധ അന്വേഷണ സംഘം തന്നെ ഇത് അന്വേഷിക്കും. അന്വേഷണ റിപ്പോർട്ട് പോലീസിന് കൈമാറും. കുറ്റം ചെയ്തവർക്കെതിരെ എല്ലാ രീതിയിലുള്ള നടപടികളും സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിലാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇടപെട്ടിരിക്കുന്നത്. ഇത്തരത്തിലൊരു ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിദഗ്ധ സംഘം തന്നെ ഇതിൽ അന്വേഷിക്കും. അന്വേഷണ റിപ്പോർട്ട് പോലീസിനും കൈമാറും. കുറ്റം ചെയ്തവർക്കെതിരെ നിയമപരമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. നിലവിലുള്ള സർവീസിലുള്ളവരെയൊക്കെ സസ്പെൻഡ് ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സംഭവത്തിൽ ഡോക്ടർക്കും നേഴ്സിനും ഒക്കെ ഉത്തരവാദികളാണെന്നാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു മറുപടി. എന്തായാലും
പുന്നപ്ര സ്വദേശിയായ ഉഷ ഇപ്പോൾ അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ തന്നെ കഴിയുകയാണ്. ഇപ്പോൾ ശസ്ത്രക്രിയ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇടപെട്ടിരിക്കുന്നത്. ചികിത്സാ പിഴവ് വിദഗ്ധ സംഘം തന്നെ അന്വേഷിക്കും. ഇത്തരത്തിൽ എക്സ്റേയിലാണ് ഇവരുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയൊരു സംഭവം തിരിച്ചറിയുന്നത് തന്നെ. എന്തായാലും വലിയ രീതിയിലൊരു ചികിത്സാ പിഴവാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു സംഭവത്തിൽ ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് എന്നാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ഒരു അഭിപ്രായം. അന്വേഷണ റിപ്പോർട്ട് എന്തായാലും വിദഗ്ധ സംഘമായിരിക്കും അന്വേഷിക്കുക. ഈ ഒരു അന്വേഷണ റിപ്പോർട്ട് പോലീസിനും കൈമാറും. കുറ്റം ചെയ്തവർക്കെതിരെ നിയമപരമായ എല്ലാ നടപടികളും കൈക്കൊള്ളുമെന്നാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നത്.